തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ള സഹോദരങ്ങളെ, സോദോം നശിപ്പിക്കാനായി വരുന്ന ദൈവദൂതൻ ലോത്തിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയും, നീ ഓടിപ്പോയിക്കൊള്ളുക, താഴ്വരയിലെങ്ങും തങ്ങരുത്, മലമുകളിലേക്ക് പോവുക. അദ്ദേഹം കടന്നു പോകുന്ന പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിളിക്കുന്നത്, സോവാർ എന്ന്. ഇത് വളരെ ചെറുതാണല്ലോ എന്ന് പറഞ്ഞിട്ട്, വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ചെറുതിനെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ചില കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിൻവാങ്ങാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടാറുണ്ട്. യേശു പറഞ്ഞു വെക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളിലെല്ലാം വളരെ ചെറുതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അത് പിന്നീട് വലുതാകാവുന്നതാണ്. ഈ ചെറിയ പട്ടണത്തിലേക്ക് പോകാനായിട്ട് വിമുഖത കാണിക്കുന്ന ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കും. പിന്തിരിഞ്ഞു നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായി തീർന്നു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് ഒന്ന് പിൻവാങ്ങാനുള്ള വിളി കൂടിയാണ് ഇത്. യേശു സുവിശേഷത്തിൽ ഇങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയല്ലെന്ന്. പുറകിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, ചെറിയ പട്ടണങ്ങളിൽ ചെറിയ ഇടങ്ങളിൽ ദൈവം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. യേശുവിനെ കാണാനായിട്ട് ഭാഗ്യം ലഭിച്ച 3 ജ്ഞാനികൾ ആദ്യമായിട്ട് പോകുന്നത് ഹെറോദസിൻ്റെ കൊട്ടാരത്തിങ്കിലേക്കാണ്. എന്നാൽ അവർ യേശുവിനെ കണ്ടുമുട്ടുന്നത് വെറും ചെറിയ ഒരു കാലിത്തൊഴുത്തിലാണ്. ദൈവം പലപ്പോഴും തൻ്റെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കുഞ്ഞിടങ്ങളിലായിരിക്കും. യേശു പറഞ്ഞ ഉപമകളിലെല്ലാം ഈ കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചൊരു സൂചനയുണ്ട്. നമ്മൾ പലപ്പോഴും വലുതിലേക്കാണ് നോട്ടം. ദൈവം നോക്കുന്ന കുഞ്ഞു കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് പായിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞിടങ്ങളിൽ പോലും ദൈവത്തിൻ്റെ വലിയ കരുതലുണ്ടാകും. അതിന് ദൈവം കാണിച്ചു തരുന്ന മലമുകളിലേക്ക് പോകാം. ലോത്തിന് കാണിച്ചു കൊടുത്ത കുഞ്ഞു പട്ടണത്തിൽ ദൈവം അവനെ സംരക്ഷിച്ചതുപോലെ, അവൻ തിരഞ്ഞെടുത്ത വലിയ പട്ടണത്തെ നശിപ്പിച്ചതുപോലെ, ദൈവം നമുക്കായി കരുതി വയ്ക്കുന്ന കുഞ്ഞിടങ്ങളിലേക്ക് നോക്കാനും അവിടെ പ്രത്യാശയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം.